ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കോളം ക്രോമറ്റോഗ്രഫിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. There are two types of column chromatography technique. One is adsorption column chromatography, that is liquid solid adsorption chromatography. The second one is the partition column chromatography, that is otherwise called liquid partition chromatography. അപ്പോൾ അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പാർട്ടീഷൻ കോളം ക്രോമറ്റോഗ്രഫി ഓർ ലിക്വിഡ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. In liquid partition chromatography, the stationary phase consists of a thin layer of a liquid held on a surface of porous inert solid support like cellulose, silica gel, starch, calcite, etc. പാർട്ടീഷൻ കോളിംഗ് ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി ആണ് നമ്മൾ പറഞ്ഞു. അതായത് മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ആയിരിക്കും. അപ്പം അതാണ് പറഞ്ഞത് ആദ്യം. സ്റ്റേഷനറി ഫേസ് ലിക്വിഡാണ്, പക്ഷേ അതൊരു ലിക്വിഡ് സപ്പോർട്ട്, ഇറ്റ് ഈസ് ഹെൽഡ് ഓൺ എ സപ്പോർട്ട്. ആ സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് സെല്ലുലോസ്, സിലിക്ക ജെൽ, സ്റ്റാർച്ച്, കാൽഷ്യേറ്റ് ഇതൊക്കെയാണ്. ഓക്കെ, ഒരു മൊബൈൽ ഫേസ് ഉണ്ടാവും. മൊബൈൽ ഫേസും എന്താണ്? ലിക്വിഡാണ്. സോ ദിസ് മൊബൈൽ ഫേസ് ഇസ് എ ലിക്വിഡ് ദാറ്റ് ഈസ് ഇമ്മിസിബിൾ വിത്ത് ദ സ്റ്റേഷനറി ലിക്വിഡ് ഫേസ്. രണ്ടും മിക്സ് ആവില്ല, ഇമ്മിസിബിളാണ്. ഓക്കെ, അതാണ് ദാറ്റ് ഈസ് ദ സെക്കൻഡ്. അതായത് മൊബൈൽ ഫേസ് ഈസ് എ ലിക്വിഡ് ഇമ്മിസിബിൾ വിത്ത് ദ സ്റ്റേഷനറി ലിക്വിഡ് ഫേസ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് partition column chromatography. This process is based on the principle that the different components of the sample mixture have different partition coefficients for a given pair of immiscible liquid. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പണൻസിൻ്റെ ഡിഫറെൻറ്റ് കമ്പണൻസിന് അതിൻ്റെ പാർട്ടീഷൻ കോഫിഷ്യൻറ്റ് രണ്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡാണല്ലോ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും. അതായത് ഈ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിലും സാമ്പിൾ കമ്പണൻസ് ഒരേ രീതിയിലായിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒന്നിൽ ചിലപ്പോൾ കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, മറ്റേതിൽ കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഈ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഹെൻസ് ദേ ഡിസ്ട്രിബ്യൂട്ട്സ് ദംസെൽവ്സ് ടു ഡിഫറെൻറ്റ് എക്സ്റ്റെൻറ്റ്സ് ബിറ്റ്വീൻ ദ ടു ഇമ്മിസിബിൾ ലിക്വിഡ് ഫേസസ്. Thus, they move at different rates and this results in their separation. ഇതാണ് ഈ ലിക്വിഡ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ. Now, the partition coefficient K of a given component in favor of the stationary phase is given by K equal to CS by Cm, where CS is the concentration in the stationary phase and Cm is that in the mobile phase. The component with the highest K, partition coefficient K, is retarded most by the stationary phase. അതായത് അതിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും, അതിൻ്റെ അഫിനിറ്റി അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് മൂവ് ചെയ്യുന്ന സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ദ കമ്പണൻറ്റ് വിത്ത് ഹയസ്റ്റ് കെ ഈസ് റിട്ടാർഡഡ് മോസ്റ്റ് ബൈ ദ സ്റ്റേഷനറി ഫേസ് വൈൽ ദാറ്റ് വിത്ത് ദ ലീസ്റ്റ് കെ ഈസ് ക്യാരിഡ് മോസ്റ്റ് ക്വിക്ക്ലി ബൈ ദ മൊബൈൽ ഫേസ്. കാരണം എന്ന് വെച്ചാൽ ലീസ്റ്റ് കെ ആകുമ്പോൾ അത് മൊബൈൽ ഫേസിനോടായിരിക്കും അതിന് അഫിനിറ്റി കൂടുതലുണ്ടാവുക. അപ്പോൾ ആ കമ്പണൻറ്റ് ഉണ്ടാവും ഈസ് ക്യാരിഡ് ഔട്ട് മോസ്റ്റ് ക്വിക്ക്ലി ബൈ ദ മൊബൈൽ ഫേസ്. അതുകൊണ്ട് തന്നെ ഈ the component with least K therefore emerges first out of the column and the former, അതായത് that with the highest K emerges last. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. Now let's see how the separation can be achieved. In partition column chromatography, the column of a finely divided solid adsorbent holding a suitable polar liquid phase fixed and immobile on it is first prepared, that is the stationary phase. അതായത് ഇത് അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫി ആണല്ലോ. അപ്പോൾ ഒരു അഡ്സോർബൻറ്റ് വേണം. ആ സോളിഡ് അഡ്സോർബൻറ്റിൻ്റെയും ഒരു പോളാർ ലിക്വിഡിൽ ആഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം.
അതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. ലിക്വിഡ് സ്റ്റേഷനറി ഫേസായിട്ട് വാട്ടറും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കമ്പണൻസിൻ്റെ മിക്സ്ചറും ഈ സോളിഡ് അഡ്സോർബൻറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു സ്ലറി ഉണ്ടാക്കും. അത് ഈ ക്രൊമാറ്റോഗ്രഫിക് കോളത്തിലേക്ക് ആഡ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് മൊബൈൽ ഫേസ് വേണം. മൊബൈൽ ഫേസായിട്ട് യൂസ് ചെയ്യുന്നത് എ നോൺ പോളാർ ലിക്വിഡ് ഇമ്മിസിബിൾ വിത്ത് സ്റ്റേഷനറി ഫേസ്. നേരത്തെ സ്റ്റേഷനറി ഫേസായി യൂസ് ചെയ്ത ലിക്വിഡിൽ വിസിബിൾ ആവാത്ത, രണ്ടും കൂടി യോജിക്കാത്ത അല്ലെങ്കിൽ മിക്സ് ആവാത്ത വേറൊരു നോൺ പോളാർ സോൾവെൻറ്റാണ് നമ്മൾ മൊബൈൽ ഫേസായിട്ട് യൂസ് ചെയ്യുന്നത്. അതും എന്ത് ചെയ്യും, ഈ കോളത്തിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി കോളം. ഈ മൊബൈൽ ഫേസ് താഴോട്ട് ഇങ്ങനെ ഒഴുക്കി പോകുന്നതിനനുസരിച്ച് ഈ കമ്പണൻസ് മിക്സ്ചറിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പണൻസ് എന്ത് ചെയ്യും, ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ടു ഇമ്മിസിബിൾ ലിക്വിഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ എക്സ്റ്റെൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദോസ് കമ്പണൻസ് വിച്ച് ഗോ റെഡ്ലി ഇൻ ടു ദ സ്റ്റേഷനറി ലിക്വിഡ് ഫേസ് ആർ റിട്ടാർഡഡ് ഇൻ ദെയർ മൂവ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ തന്നെ സ്റ്റേഷനറി ഫേസുമായിട്ട് അഫിനിറ്റി കൂടുതലുള്ളത് അതിൻ്റെ മൂവ്മെൻറ്റ് റിട്ടാർഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദോസ് കമ്പണൻസ് വിച്ച് ഗോ റെഡ്ലി ഇൻ ടു ദ മൊബൈൽ ഫേസ് can now move faster. The difference in the rate of migration of the components thus affected brings about a separation of the components as they move down the column. മനസ്സിലായല്ലോ? ഈ മൊബൈൽ ഫേസ് ഇങ്ങനെ താഴേക്ക് ഒഴിക്കുന്നത്, അത് ഒഴുകുന്നതിനനുസരിച്ച് സ്റ്റേഷനറി ഫേസുമായിട്ട് കൂടുതൽ അഫിനിറ്റി ഉള്ളത് അവിടെ തന്നെ നിൽക്കും. പിന്നെ മൊബൈൽ ഫേസായിട്ട് കൂടുതൽ അഫിനിറ്റി ഉള്ളത് മൊബൈൽ ഫേസ് നീങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ താഴേക്ക് വരും. അപ്പോൾ മൈഗ്രേഷനിൽ കമ്പണൻസിൻ്റെ മൈഗ്രേഷനിൽ ഡിഫറൻസ് ഉണ്ടാകും. ദ കമ്പണൻസ് ദാറ്റ് ആർ ഹെൽഡ് ബാക്ക് ബൈ ദ സ്റ്റേഷനറി ലിക്വിഡ് ഫേസ് ആർ ലേറ്റർ ഇല്യൂട്ടഡ് യൂസിങ് എ സ്യൂട്ടബിൾ സോൾവെൻറ്റ്. അതായത് സ്റ്റേഷനറി ഫേസായിട്ട് കൂടുതൽ അഫിനിറ്റി ഉള്ളത് താഴേക്ക് വരാതെ അവിടെ സ്റ്റേഷനറി ഫേസിൽ അഡ്സോർബ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യും, വേറൊരു സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ അഫിനിറ്റി ഉള്ള വേറൊരു സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. അതാണ് ഈ പ്രോസസ്സ്. അങ്ങനെയാണ് നമ്മൾ സെപ്പറേഷൻ അച്ചീവ് ചെയ്യുന്നത്. Partition chromatography was first introduced by Martin and Sinch in 1941. Later, they were awarded Nobel Prize for their work. In their original experiments conducted for separating a mixture of acetylated amino acids, the stationary phase used was water on silica gel support taken in a column. The mobile phase used was chloroform mixed with a little butanol. നമ്മളിപ്പം പറഞ്ഞ എക്സാമ്പിൾസൊക്കെ കൂടുതൽ ഓർഗാനിക് കോമ്പണൻസിൻ്റെ സെപ്പറേഷനാണ്. പക്ഷേ വി ക്യാൻ സെപ്പറേറ്റ് ഇൻഓർഗാനിക് സ്പീഷീസ് ഓൾസോ using water supported on cellulose as the stationary phase and acetone containing some HCl as the mobile phase. A mixture of cobalt and nickel ions can be easily separated in laboratory. അതായത് വാട്ടർ സപ്പോർട്ടഡ് ഓൺ സെല്ലുലോസ് ആസ് ദ സ്റ്റേഷനറി ഫേസ് ആൻഡ് അസറ്റോൺ കണ്ടെയ്നിങ് സം HCl ഈസ് യൂസ്ഡ് ആസ് മൊബൈൽ ഫേസ്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, കൊബാൾട്ട് ആൻഡ് നിക്കൽ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Now let's see what are the applications of liquid partition column chromatography. It is more reproducible than adsorption chromatography and yields sharper and more symmetrically shaped bands. Its applications are, first is the quantitative separation of components in a mixture of organic and inorganic substances. ക്വാണ്ടിറ്റേറ്റീവ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള മുഴുവൻ കമ്പണൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. മുഴുവൻ കമ്പണൻറ്റും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രമാത്രം സാമ്പിളിൽ എത്ര എമൗണ്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് സെപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Application is the purification of the products of reactions in the laboratory as well as industry.
അതായത് നമ്മൾ ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, ചില റിയാക്ഷൻസ് നടത്തിയിട്ട് ആ പ്രോഡക്ട്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ ബൈ പ്രോഡക്ട്സിനൊക്കെ ഒഴിവാക്കാം, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോളം ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യാം. Application is the identification of organic and inorganic components of a mixture. അതായത് ഒരു മിക്സ്ചറിലുള്ള കമ്പണൻസ് സെപ്പറേറ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റും, ആ മിക്സ്ചറിൽ ഏതൊക്കെ കമ്പണൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മനസ്സിലാക്കാൻ എങ്ങനെ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഈ ക്രോമറ്റോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോളത്തിൻ്റെ ഔട്ട്ലെറ്റ്സ് നമ്മളൊരു ഡിറ്റക്ടർ കണക്ട് ചെയ്യും. ആ ഡിറ്റക്ടർ ഇതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഫങ്ഷൻ ചെയ്യുക. എന്നിട്ട് ആ സിഗ്നൽ നമ്മൾ ടൈം ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ പ്ലോട്ട്സ് കിട്ടും. ആ പ്ലോട്ട്സിന് ക്രോമറ്റോഗ്രാംസ് എന്നാണ് പറയാം. ഓക്കെ, ആ ക്രോമറ്റോഗ്രാം കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് പീക്സ്. കുറേ പീക്സ് കിട്ടും. അപ്പോൾ ആ പീക്കിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏരിയാസ് അണ്ടർ ദം, ആ കർവിൻ്റെ ഏരിയ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷറും നമുക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ക്രോമറ്റോഗ്രാംസ് ആർ ദസ് യൂസ്ഫുൾ ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. വേറൊരു ടെർമിനോളജിയാണ് റിട്ടൻഷൻ ടൈം. അതായത് ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ പെർട്ടിക്കുലർ അനലൈറ്റ് പീക്ക് ടു റീച്ച് ദ ഡിറ്റക്ടർ ആഫ്റ്റർ സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ഈസ് കോൾഡ് റിട്ടൻഷൻ ടൈം. ഡിറ്റക്ടറിലേക്ക് എത്തുന്ന സമയം നമ്മൾ ഈ അനലൈറ്റ് കോളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഡിറ്റക്ടറിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം, അതാണ് റിട്ടൻഷൻ ടൈം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ TR of that analyte. The lower the value of retention time for a given component, the weaker is its interaction with the stationary phase. നമുക്കറിയാലോ എന്താ, കുറച്ച് ഡിറ്റക്ടറിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ നമുക്കറിയാം. എന്താ, അത് മൊബൈൽ ഫേസിനത് അതിന് അഫിനിറ്റി മൊബൈൽ ഫേസിൻ്റെ കൂടെ പെട്ടെന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ് വീക്കായിരിക്കും. ഈ ക്രോമറ്റോഗ്രാം അതുപോലെ തന്നെ റിട്ടൻഷൻ ടൈം അതിൻ്റെ നോട്ട്സ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം, വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.